ഇന്ന് കുറച്ചേ മാങ്ങ പറിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പൊ നിലത്തിടാതെ പറിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ തോട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയത്. പഴുപ്പിക്കാനുള്ള മാങ്ങയാണ്. കുറേ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് മാവിന്റെ അടിയിലേക്ക് പോകട്ടോ. മഴ പെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. രാവിലെ മഴ പെയ്ത് പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോ ഞങ്ങൾ പുല്ലൊക്കെ വെട്ടിയെടുത്തിട്ടേ മാങ്ങ പറിക്കാൻ ഇറങ്ങിയതാ. തോട്ടി വരുന്നില്ലല്ലേ, നോക്കണേ. വാ, ഇവിടെ കണ്ടോ റംബുട്ടാന് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോ കുറെ കായ്കളൊക്കെ കുറച്ച് വലുതാകുമ്പോൾ കൊഴിയും. എന്നാലും കണ്ടു ഇതിലൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. മലപ്പുറം ഭാഗത്തൊക്കെ റംബുട്ടാൻ ഇപ്പൊ പഴുത്തത് പറിക്കുന്നതിന്റെ ഒക്കെ വീഡിയോ വന്നിട്ടുണ്ട്. ഇവിടെ ആയി വരുന്നുള്ളൂ കേട്ടോ. വയനാട്ടിലൊക്കെ റംബുട്ടാൻ ആയി വരുന്നുള്ളൂ. പിന്നെ നമുക്ക് മാങ്ങ പറിക്കാനേ ഒരാൾ വന്നിട്ടുണ്ടതാ, നമ്മൾ അപ്പുവേട്ടനപ്പോ കേറാനുള്ള കോണി കറക്റ്റ് കെട്ടി ലെവൽ ചെയ്ത്. ചെറിയൊരു കോണി ഉണ്ട് കേട്ടോ. നമുക്ക് ബാക്കി അവിടെ നിന്നിട്ട് കയറണം. വലിയ മാവാണ്. മാങ്ങ ഇവിടുന്ന് കാണുമെന്ന് അറിയില്ല. കാണുന്നുണ്ടോ? കുറച്ച് മാങ്ങയേ ഉള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. അതാ മോൾ ഭാഗത്തുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ചുണ്ട്, അതിന് മുന്നത്തെ വർഷം നല്ല ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് ഇതേപോലെ മോൾ ഭാഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം കുറെ ഉണ്ടായി, ഒക്കെ കൊഴിഞ്ഞു പോയി. ഇപ്പം പഴുക്കൽ തുടങ്ങിയപ്പം കുരങ്ങും വവ്വാലും. അപ്പൊ ഇനി നമ്മൾ ഇത് എല്ലാ വർഷം നമ്മൾ പറിച്ചു പഴുപ്പിക്കുന്ന കേട്ടോ. ഈ മാങ്ങയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ പഴുത്തതായിട്ട് ഇങ്ങനെ കിട്ടൂല, പറിച്ചു പഴുപ്പിക്കുക തന്നെ വേണം. നമ്മളെ മാവിന്റെ ഒരു ഭാഗം നമ്മുടെ പടുതാക്കുളത്തിന്റെ സൈഡിലേക്ക് കേട്ടോ. ഇത് ഈ നെറ്റിലൊക്കെ നോക്കി കുറെ മാങ്ങ വീണ് കിടക്കുന്നതാണ്. നല്ല വലുതൊന്ന് കാണിച്ചു തരാം. നെറ്റിലൊക്കെ കുറെ മാങ്ങ ഉണ്ട്, കുറെ കുളത്തിലേക്ക് വീഴും. നമ്മൾ തിലോപ്പി അങ്ങനെ അടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ വെറുതെ പറഞ്ഞല്ല, മാങ്ങന്റെ വലുപ്പം കണ്ടില്ലേ? ഒരു മാങ്ങ ഏകദേശം 1 കിലോയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ താഴെ വീണ കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ മാങ്ങ. കണ്ണൊക്കെ എടുത്തിട്ട് ആരും മാങ്ങക്ക്. പിന്നെ ഈ മാങ്ങ എങ്ങനെ ഉണ്ടായിന്നല്ല, ഇവിടെ നമ്മൾ ഇതിന് പേരൊന്നും അറിയില്ല. ഇത് ഉപ്പ പണ്ട് കടയിൽ നിന്നിട്ട് മാങ്ങ വാങ്ങിച്ചു കൊടുത്തിട്ട് ഉമ്മ അതിന്റെ അണ്ടി നട്ടു എടുത്തിട്ട് അങ്ങനെ മുളപ്പിച്ച് സെറ്റായി ഉണ്ടാക്കിയെടുത്ത മാങ്ങയാണ്. അപ്പൊ ഇതൊക്കെ ചെറുതാ. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ മാങ്ങ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചെറിയൊരു പണി പറ്റിയത്, ഇതിന്റെ അടിഭാഗം ഞാനേ കുളത്തിലേക്ക് ഇങ്ങനെ ഇല വീണിട്ട് അടിഭാഗത്തെ കൊമ്പുകൾ വെട്ടി. അതിനുശേഷം മാവ് അങ്ങോട്ട് ഉയർന്നു പോയി. ഇങ്ങനെ പടർന്ന മാവൊക്കെ കൂടെ ഹൈറ്റ് വെച്ചു പോയി. അത് അപ്പോട്ടെ മുകളിൽ കയറി റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോട്ടെ സെറ്റല്ലേ? അപ്പോട്ടെ സെറ്റ് ആയിക്കലാണെങ്കിൽ കുറച്ചേരായി. ഇനി നമുക്ക് എന്തായാലും നിലത്തിടാതെ കിട്ടുന്നത്ര പറ്റുന്ന പറിക്കപ്പോട്ടാ. ഈ സൈഡ് വീണാൽ കുഴപ്പമില്ല കേട്ടോ. ഈ സൈഡ് നേരതാ ഈ നെറ്റൊക്കെ മാങ്ങ വീണിട്ടായിട്ട് താന്നു പോയത്. അപ്പൊ ഞാനിതൊക്കെ പറിച്ച് കഴിഞ്ഞ് വലിച്ച് കെട്ടടിച്ച് വലിയ മാങ്ങ വെള്ളത്തിൽ കിടക്കുന്ന നോക്കി. അതൊക്കെ നെറ്റിന്റെ ഗ്യാപ്പിലൂടെ വീണാ. മാങ്ങ ഉണ്ടോ? മാങ്ങയും തവളയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കുരങ്ങും വവ്വാലൊക്കെ പഴുത്തത് കടിച്ചിട്ട. ഇവിടെ ഇവിടെ ഉമ്മ അറിഞ്ഞു നല്ല ഇങ്ങനെ വലുപ്പമുള്ളത് ഇതാ പഴുത്ത തിന്നിട്ട് നോക്കി. ഇവിടെ നോക്കുഞ്ഞോളെ വലിയ മാങ്ങ കണ്ടില്ലേ? അതറിഞ്ഞ നമുക്ക് പഴുത്ത് താഴെ വീണ് കിട്ടൂല. ഇതുപോലെ കുരങ്ങ് വവ്വാലൊക്കെ. വവ്വാല ഉണ്ടല്ലോ അപ്പോട്ടാ? ഇല്ല അങ്ങനെ ഒന്നുമില്ല. ഇതാ ഇവിടെയൊക്കെ കിടക്കുന്നു. എന്റെ അമ്മ ഇങ്ങോട്ട് നോക്കും മാങ്ങ ഇഷ്ടം പോലെ മാങ്ങണ്ട്. അവിടെയൊക്കെ നല്ല മധുരണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഒരു 10 എണ്ണം പഴുപ്പിക്കാൻ വെച്ചാല് 3 എണ്ണം നല്ലത് കിട്ടുള്ളൂ, ബാക്കി കേടായിരിക്കും. അപ്പൊ നമുക്ക് അതിന് പ്രതിവിധി ഒന്നുമില്ല. എല്ലാരും പറയുന്നൊരു കേസാണ്. പറിച്ചു വെക്കും മാങ്ങ. അപ്പോട്ട് അവിടുന്ന് എങ്ങനെ കയറുക? അവിടുന്ന് കയറുവോ? അപ്പോട്ടും അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണ്ടേന്? അപ്പോട്ടിന് കയറാല്ലേ തളപ്പ് ഇതാട്ടോ. അവിടുന്ന് അങ്ങോട്ടേ അപ്പോട്ടും തളപ്പിട്ട് കയറുന്നത്. അപ്പൊ മുണ്ടായിട്ട് തളപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ തോട്ടിയിൽ നമുക്ക് കിട്ടുന്നത് വേണ്ട നിലത്തില പറിക്കാനാണ് ഇപ്പൊ ഈ തോട്ടി കൊടുക്കുന്നത്. അത് ഞാൻ വാങ്ങിക്കോളുമ്പോ. എല്ലാരും കൂടെ കൂട്ടിട്ട് മഴ വരുമ്പോഴത്തേന് 2 മാങ്ങ കിട്ടിയാൽ തീരും. ഇന്നും കൂടെ ഇത് പറിച്ചിട്ടില്ലെങ്കിൽ 2 ദിവസം കൂടെ കുരങ്ങ് വന്നാൽ തീരും. അപ്പൊ ഇന്ന് അപ്പോട്ടന് നമുക്ക് ഇല വെട്ടാൻ വന്നിരുന്നു കേട്ടോ. ഇലയല്ല, പുല്ല്. ഇലായിപ്പോയി. പുല്ല് വെട്ടാൻ വന്നു. അപ്പൊ ഞാൻ അപ്പോട്ടന് ആദ്യം പോയി പുല്ലൊക്കെ വെട്ടിക്കൊടുന്ന്. ഇനി മഴ ഇനി മുന്നേ മാങ്ങ പറിക്കാറുണ്ട്. അത് ഞാൻ കറക്റ്റ് തരാം, പേടിക്കണ്ട. സെറ്റ്. ഇനി നിങ്ങൾ കയറി റെഡിയാക്കിയിട്ട് പറയട്ടോ. ഇത് കുറച്ചും കൂടെ വലിപ്പുണ്ടെങ്കിൽ നമുക്ക് അരിനെല്ലിക്കൊക്കെ കറക്റ്റ് ആയിരുന്നു ഈ കോണി. ഇപ്രാവശ്യം അരിനെല്ലിക്ക ഉണ്ടായത്. അരിനെല്ലിക്ക കുറെ പറിക്കാണ്ട്. നാളെ അരിനെല്ലിക്ക പറിക്കേണ്ടി വരും. കുറെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് മഴ ചെയ്തിട്ട്. ഈ സൈഡൊക്കെ അപ്പോട്ടെ വീണോട്ടെ. നേരെ കുളത്തിൽ വീണാലും നമുക്ക് ഇറങ്ങിയെടുക്കാം. അല്ലെങ്കിൽ നെറ്റിൽ വന്നോളൂ. ഈ മാങ്ങ ഉള്ളതൊക്കെ അപ്പുറം സൈഡാ. ഇല്ല, ആയിട്ടൊന്നുമില്ല. അപ്പോട്ടെ നോക്കി അപ്പോഴും തളപ്പിട്ട് കയറുന്ന കയറി നോക്കിക്കോ. സെറ്റാക്കാണ്ട് ഇരുണ്ടുമായിട്ട് നമ്മുടെ വീഡിയോ ചിലപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. മഴ ഇങ്ങനെ
അടുത്ത മഴ പെയ്യാനായിട്ട് നിൽക്കുക. രാവിലെ മഴ ചെയ്തിട്ടൊരു ഗ്യാപ്പ് വന്നത്, അപ്പൊ ഒരു വെളിച്ചൊക്കെ വന്ന് പെട്ടെന്ന് തളപ്പിട്ട് കയറി അല്ലേ. ആ അതുകൊണ്ടേ നമ്മളൊന്നും കയറിയാലൊന്നും മാങ്ങ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അപ്പോട്ടൻ വരാനായിട്ട് വെയിറ്റ് ചെയ്തതാ. അപ്പോട്ടന് കാട്ടിന്ന് ഇപ്പൊ റിലീസായത്. ഇത്ര ദിവസം തേനെടുക്കുന്ന ഏരിയയിലും നമുക്ക് തേനൊക്കെ കൊണ്ടേ തന്നിട്ടുണ്ട്. ഇപ്പൊ തേനൊക്കെ കഴിഞ്ഞ് മഴ ആയി കഴിഞ്ഞാൽ അവര് പിന്നെ കാട്ടിൽ പോകില്ല. ഇപ്രാവശ്യം നല്ല റെക്കോർഡ് തേനൊക്കെ കിട്ടി. കുറെ നമുക്ക് ഏതായാലും വേറെ കൊണ്ടേ കൊടുത്ത് കുറച്ച് എനിക്ക് കൊണ്ട് തന്നിട്ടോ. മാങ്ങ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അപ്പോട്ടിന് താഴേക്ക് തരണമെങ്കിൽ ആ നെറ്റിന്ന് എടുത്തിട്ട് അധികം താക്കിട്ടോളി കിട്ടോ. ആ തന്നെ ഇങ്ങനെ ക്യാച്ച് ചെയ്താ മാങ്ങ കിട്ടി. അല്ലാതെ ഓരോ മാങ്ങി വാങ്ങിക്കാൻ മുകളിൽ കയറാൻ പറ്റൂല. ആ തോട്ടിക്ക് കിട്ടും റോദാണ്ടില്ലേ. അല്ല സൂപ്പർ മാങ്ങ കിട്ടുന്നതൊക്കെ പറിക്കാ പോട്ടാ. അല്ലാത്ത ലാസ്റ്റ് എന്ത് ചെയ്യാ, വലന്റെ ഭാഗത്തുള്ളത് നെറ്റിലോട്ട് ചാടിക്കുന്നത് അങ്ങനെ ചാടിച്ചോളി. അല്ലാത്തത് ആ കിട്ടിയില്ലേ, അങ്ങനെ ഓരോന്നോരോന്ന് തന്നോളി. മാങ്ങ എന്താ പറയുക, വെയിറ്റ് ഉള്ളതുകൊണ്ട് കുറെ മാങ്ങയൊന്നും അതിൽ വെക്കാൻ പറ്റില്ല. അതാ അടുത്ത മാങ്ങ കുറച്ച് വലിപ്പള്ള ഞാൻ കറക്റ്റ് ഇട്ടിട്ട് എന്റെ ഒഴിവ് കിട്ടിയരി ആട്ടോ. കിട്ടി ഇതാ മാങ്ങ. ആ അങ്ങനെ കിട്ടുന്നൊക്കെ ഉണ്ട് പറിക്കുക, അല്ലാത്ത പോട്ടെ. നോക്കമ്മ ഇത് നല്ല ഹൈറ്റ് ആയി പോയില്ലേ മാവ്. ആ വഴുക്കല് മഴ പെയ്തില്ലേ, മഴ പെയ്തോണ്ട് ഇപ്പൊ ചെറിയൊരു ഉണക്ക് വന്നിട്ടുണ്ട്. മരം രാവിലെ ഒന്നും കയറല് നടക്കൂല. മാങ്ങ നല്ല മൂപ്പായിട്ടുണ്ട് കേട്ടോ, മൂപ്പായിക്കണ് മാങ്ങ എല്ലാം. പപ്പട്ടിനെ സ്പീഡിലുള്ള പറി നടക്കൂല, പതുക്കെ അങ്ങനെ കിട്ടുന്ന നമുക്ക് വാങ്ങാം. ഇതപ്പോട്ടെ ഇങ്ങടെ കുറെ കൂടുതൽ നിൽക്കണില്ല, അത് അവിടെ നിന്നിട്ട് കിട്ടൂല. ആ ഒരു ഭാഗത്ത് കുറെ കൂട്ടായിട്ട് നിൽക്കണ്, അയിമല ഉള്ളു മെയിൻ ആയിട്ട്. ആ അമ്മ ഈ തുടക്കത്തിൽ ഈ കവുങ്ങിനോട് ചേർന്ന് അവിടെ ഉള്ളു മാങ്ങ നിൽക്കുക. അപ്പോട്ടെ സെറ്റ് ആവട്ടെ ആദ്യം. ഈ കുലുക്കി ചാടിക്കലാണ് ഇപ്പൊ പരിപാടി കഴിഞ്ഞു. വല്ല തുറമാങ്ങക്ക് അച്ചാറിനൊക്കെയാണ് ഈ കുലുക്കി ചാടിച്ചാൽ മതി. ഇത് നമുക്ക് ഈ പഴുപ്പിക്കുന്നോന്ന് പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് ഇത്ര റിസ്ക് എടുത്തിട്ടും വലിയ കാര്യം ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ചില മാങ്ങ ഞാൻ പറഞ്ഞില്ല അധികവും പുഴു വരും, എന്നാലും ഉള്ളത് നല്ല മധുരമുള്ള മാങ്ങ, സൂപ്പർ മാങ്ങയാണ്. അതുകൊണ്ട് ഇപ്പൊ റിസ്ക് ഇങ്ങനെ എടുക്കുന്നത്. ഈ മാങ്ങ ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ എല്ലാവർക്കും, എന്താ ഇനൊന്നൊന്ന് അറിയുന്നവർ. മാങ്ങായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ, മാവ് കൃഷി ചെയ്യുന്നവർക്ക് അറിയാം ചിലപ്പോൾ ഈ മാങ്ങ കണ്ടാൽ അതിന്റെ പേരെന്താ. മഴ ഇതില്ല, രാവിലെ തന്നെ മഴ ഇല്ലേനോ, പുഴയത്തെ വെള്ളം കലങ്ങി കുളത്തിലൊക്കെ വെള്ളം കൂടിയല്ലോ. അപ്പോട്ട് എങ്ങോട്ട് ഇട്ട് തരുമോ. ആ 2-3 പറക്കിണ്ട് അപ്പോട്ടന്. ആ 2 കിട്ടി. അപ്പൊ അതിന് വെയിറ്റ് ആയിക്കും അല്ലേ, അങ്ങോട്ട് ഇട്ടോളി. കുളത്തിക്കിടരുതിട്ടോ, ചാടി പിടിക്കാറ്റില്ലേ കേട്ടോ. പിടിച്ച് 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 അടുത്തേട് നിൽക്കട്ടെ. ഈ മാങ്ങ ഒന്ന് മാറ്റട്ടെ, ഈ മാങ്ങ കൂട്ടി അടിച്ചു ആ കേട്ടോ. ആ നല്ല മൂപ്പായിട്ടുണ്ട്. ഇതവിടെ ഇങ്ങനെ ഉണ്ടല്ലോ കുഴിഞ്ഞു വരും കറക്റ്റ്. സൂപ്പർ മാങ്ങകൾ. അപ്പട്ടാ ശ്രദ്ധിച്ച് നിക്കണം കേട്ടോ. ഇങ്ങോട്ട് വീണാ കുഴപ്പമില്ല, നമുക്ക് കുളത്തേക്കാ വീഴാ, സീനില്ല. കുളത്തിലല്ല വാലമ്മ കൂടെ വീഴാ, വാലയൊക്കെ പൊട്ടിപ്പോവും. ആ അവിടെ കുറച്ച് മാങ്ങ ഉണ്ട്. എൻഡില് കുറച്ച് മാങ്ങ. നേരിട്ട് പറിക്കാൻ ഒന്നും കിട്ടൂല കേട്ടോ, അതിന് മുകളിൽ കയറിച്ചൊക്കെ ഗ്യാപ്പാണല്ലോ. ആ കിട്ടുന്ന പറിക്ക്, അല്ല കിട്ടാതെ നമുക്ക് താഴേക്ക് കൊഴിച്ചിടാം. ഇട്ട അടുത്ത കേട്ടോ, അതൊക്കെ വലിയ മാങ്ങ അല്ലേ. ഇല്ല തട്ടൂല.
എൻ്റെ അപ്പോട്ടോ ആയിട്. അപ്പൊ അതാ 3 മാങ്ങിട്ട്. അപ്പം മാങ്ങ പറിക്കുന്ന ഇങ്ങനെ കാണിക്കുന്നത് നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. എല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ വേറെ തന്നെ വെക്കുന്നുണ്ട്. നിലത്ത് ഡയറക്റ്റ് വീഴുന്നത് നമ്മൾ വേറെ തന്നെ വെച്ചിട്ട് വീഴാതെ കറക്റ്റ് നമ്മൾ ഈ നെറ്റിലേക്ക് പിടിക്കുന്നത് വേറെ അങ്ങനെ വേറെയും വെക്കും. എന്നാലും നമുക്ക് നല്ല പഴുത്ത് കിട്ടുമ്പോഴേ കുറച്ചെങ്കിലും കേട് കുറഞ്ഞു കിട്ടുള്ളൂ. അല്ലാത്ത നമുക്ക് നല്ല തൊലിക്കട്ടി നല്ല തോല് കട്ടിയൊക്കെ ഉണ്ട്. അച്ചാറിടാനും ഇതിനൊക്കെ നല്ല പറ്റിയ മാങ്ങ. പറ്റേ ഓക്കെ, അടുത്ത് തരട്ടെ. അത് നല്ല വലിപ്പമുണ്ടല്ലോ അപ്പോട്ടാ. ഇത്ര കട്ടിയുള്ള വല ആയതുകൊണ്ട് കേട്ടോ, അത്രയും ഹൈറ്റ് കൊണ്ട് മല പൊട്ടാത്ത. നിലത്ത് വീഴാതെ പറ്റുന്നത്ര മാങ്ങ ഞങ്ങൾ പറിച്ചു. ആ മാങ്ങ കേട്ടോ ഇതൊക്കെ. ഈ 2 കൊട്ടയിൽ കണ്ടില്ല, നല്ല വലുപ്പമുള്ള മാങ്ങന്റെ വലുപ്പം കാണിച്ചു കൊടുക്കുക. നല്ല സൂപ്പർ മാങ്ങകൾ. ഈ 2 കൊട്ടയിലും നമ്മൾ കറക്റ്റ് നെറ്റിലേക്ക് ഇങ്ങനെ പിടിച്ച് എടുത്തിട്ട മാങ്ങകളാട്ടോ. പിന്നെ ഇതാ ഇത് കുറച്ച് താഴെ വീണത് അപ്പോട്ടം പെറുക്കി കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ താഴെ വീണതാണ്. ഇത് അപ്പോട്ടൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയ മാങ്ങല. അപ്പോൾ ഈ കുറച്ചേ ഉള്ളൂ, എന്നാലും പൊട്ടിയിട്ടൊന്നുമില്ല. അത് ഇതേറ്റ പൊട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പം നോക്കാം അത് പഴുത്ത് കിട്ടുമോ. എനിക്ക് എന്തായാലും കുറച്ചൊക്കെ കേടായിരിക്കും. നോക്കും ചെയ്യാൻ അച്ചാറൊക്കെ എടുത്തിടാം. അപ്പോൾ ഈ മാങ്ങ ഉണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്യുന്നത് ഈ വൈക്കോലിൽ വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കും. ആ മാങ്ങൻ്റെ വലുപ്പം കണ്ടോ. അപ്പോൾ ഈ മാങ്ങൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക അറിയുന്നവരൊക്കെ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് അണ്ടി നട്ടിട്ട് അങ്ങനെ ഉണ്ടായ മാങ്ങയാണ്. അപ്പോൾ എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പം അറിയുന്നവരൊക്കെ മാങ്ങ ഒന്ന് കറക്റ്റ് കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക.